മാർച്ച് 4 നോമ്പുകാലത്തിലെ 2-ാം വാരത്തിലെ ബുധനാഴ്ച. മത്തായി 20:17 മുതൽ 28 വരെ വാക്യങ്ങൾ. 17-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് ജനറലും രാഷ്ട്രതന്ത്രജ്ഞനുമായ ഒലിവർ ക്രോംവെൽ തൻ്റെ ഒരു മുഴുനീള ഛായാചിത്രത്തിനായി ഇരിക്കുകയായിരുന്നു. ചിത്രം പൂർത്തിയായപ്പോൾ കലാകാരൻ തൻ്റെ മുഖത്ത് നിന്ന് ചില അരിമ്പാറുകൾ ഒഴിവാക്കിയിരിക്കുന്നതായി ക്രോംവെൽ കണ്ടു. ക്രോംവെൽ കലാകാരനോട് സദുദ്ദേശത്തോടെയുള്ള ആ ഒഴിവാക്കൽ തിരുത്താൻ പറഞ്ഞു. എന്നെ ഞാനായിട്ട് വരയ്ക്കൂ, അരിമ്പാറയും എല്ലാം ഉൾപ്പെടെ. ഇന്നത്തെ സുവിശേഷത്തിലെ യേശുവിൻ്റെ ശിഷ്യന്മാരെ അവരുടെ അരിമ്പാറയും എല്ലാം എങ്ങനെ വരച്ചു എന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് നാം കാണുക. കൂടാതെ പത്രോസിൻ്റെ നിഷേധവും യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തതുമൊക്കെ ഇതിൻ്റെ മറ്റ് ചില ഉദാഹരണങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ സെബദിയുടെ പുത്രന്മാരുടെ അമ്മ യേശുവിൻ്റെ അടുക്കൽ വരുന്നു. തൻ്റെ പുത്രന്മാർ യേശുവിൻ്റെ രാജ്യത്തിൽ ഒരാൾ അവൻ്റെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഇരിക്കാൻ അനുവദിക്കണമെന്ന് ആ സ്ത്രീ യേശുവിനോട് ആവശ്യപ്പെടുന്നു. ഈ അഭ്യർത്ഥന കേട്ട് മറ്റ് ശിഷ്യന്മാർ, അതായത് സെബദിയുടെ ഭാര്യ തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി ആവശ്യപ്പെട്ട രീതി കണ്ട് അവർ കോപവും അസന്തുഷ്ടതയും പ്രകടിപ്പിച്ചു. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ ആ അവസരം ഉപയോഗിക്കുന്നു. അവൻ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ച് അവരുടെ പ്രത്യേക വിളിയും അധികാരവും ആരുടെയും മേൽ ആധിപത്യം സ്ഥാപിക്കാനല്ല എന്നവരോട് പറഞ്ഞു. മറിച്ച് അവരുടെ പ്രാഥമിക ശ്രദ്ധ പരസ്പരം സേവിക്കുന്നതിലും അവർ ശുശ്രൂഷിക്കുന്ന ആളുകളുടെ നന്മയിലും ആയിരിക്കണം. അവരുടെ ശുശ്രൂഷയ്ക്ക് ശരിയായ പ്രചോദനം ഉണ്ടായിരിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. അത് അധികാരത്തെയും പ്രശംസയും കുറിച്ചായിരിക്കരുത്. അവരുടെ ശുശ്രൂഷ അവൻ്റെ വചനം പ്രസംഗിക്കുകയും ആളുകളെ സേവിക്കുകയും ചെയ്യുക എന്നതായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സേവനം മറ്റുള്ളവരെ പരിപാലിക്കാനും സഹായിക്കാനുമുള്ള നമ്മുടെ ആഗ്രഹത്തിൽ നിന്ന് ഒഴുകണം. യഥാർത്ഥ സേവനം ശക്തിയെക്കുറിച്ചോ പ്രശംസയെക്കുറിച്ചോ അല്ല. നമ്മുടെ സേവനമോ സഹായമോ നമ്മുടെ സ്നേഹത്തിൽ നിന്നും അവരെ സഹായിക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തിൽ നിന്നും ഒഴുകുന്നുവെങ്കിൽ അവിടെ ദൈവം ഉണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.